പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 31 കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച് ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവിന് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറ കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ പുലർത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിനെ സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 146 സങ്കീർത്തനം, യഹോവയെ സ്തുതിപ്പീൻ എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അതിൻ്റെ 6ാമത്തെ വാക്യം, 146 സങ്കീർത്തനത്തിൻ്റെ 6ാമത്തെ വാക്യം, കർത്താവ് ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലവും ഉണ്ടാക്കി, കർത്താവ് എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ഈ 3 മാസവും ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഞങ്ങളെ പുലർത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്ക് സ്തോത്രം. ഞങ്ങളെ കരുതിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. അനർത്ഥങ്ങളെ ഒഴിവാക്കി രോഗങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അത്ഭുതമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. ആവശ്യമായ നന്മകളൊക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട്, അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങളുണ്ട്, കർത്താവെ അവരായിരിക്കുന്ന ദേശത്തുള്ള ആവശ്യങ്ങളുണ്ട്. എല്ലാത്തിനുമേ ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ അത്ഭുതകരമാവണ്ണം സൗഖ്യമാകട്ടെ. എല്ലാ ഡൈജഷൻ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വയറിനകത്തുണ്ടാകുന്ന എരിച്ചിലുകളെ, വയറിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അസിഡിറ്റിയുടെ പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. കർത്താവ് കൊടുത്ത പൂർണ്ണ വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് വഴികൾ തുറക്കണമേ. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകും. കുഞ്ഞുങ്ങളെ പ്രതി വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ പ്രതി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രതി, അതുപോലെ തന്നെ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് നടക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ സകല ആവശ്യങ്ങളിലും കൂട്ടായിട്ടിരിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ്, ഇന്ന് മുതൽ തുടങ്ങുന്ന ഈ സ്പെഷ്യൽ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മസാന്നിധ്യവും വലിയ ആത്മചലനവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന് കാരണമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന്
സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുതലാണ് നമ്മുടെ പ്രത്യേക മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നത്തെ ദിവസം 8 മണിയാകുമ്പോൾ തുടങ്ങും. ആമേൻ. 8 മണിക്ക് തുടങ്ങുന്ന മീറ്റിംഗാണ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകും. ആരും മിസ് ചെയ്യരുത് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമ്മുടെ കാതുകളെ കൂർപ്പിക്കാം. പരിശുദ്ധാത്മാവ് തന്നത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അതിനകത്ത് പറയുന്നത്, കർത്താവിനെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. തിരുവെഴുത്ത് പറയുന്നു, നമുക്ക് എന്തു മനസ്സാണ് ഉള്ളത്? നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഉള്ളത്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിൻ്റെ മൈൻഡാണ് നമുക്കുള്ളത്. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ആ മനസ്സാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എന്തു മനസ്സാണ് ഉള്ളത്? ക്രിസ്തുവിൻ്റെ മനസ്സാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സാധാരണക്കാർ ജീവിക്കുമ്പോൾ അവർ കോമണായ ലോകപരമായ ഒപ്പീനിയൻസിലും ആമേൻ ലോകപരമായ അഭിപ്രായങ്ങൾ, ലോകപരമായ ചിന്തകളിലൊക്കെയാണ് ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ക്രിസ്തുയേശുവിലായപ്പോൾ നമ്മൾ വ്യത്യസ്തരായി മാറി. ആമേൻ. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തരായി മാറി. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഈ ലോകത്തിലല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ആമേൻ. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എങ്കിലും നിങ്ങൾ ആരല്ല? ഈ ലോകക്കാരല്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ഈ സാധാരണക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ആരല്ല? നമ്മൾ ഈ ലോകത്തിലുള്ള മനുഷ്യരെ പോലല്ല. എന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ അർത്ഥം? അവരുടെ ശരീരമല്ലേ നമുക്കും ഉള്ളത്. അതെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും, സകല മനുഷ്യർക്കും ഒരേപോലുള്ള ശരീരഘടനയാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ് ഈ ലോകത്തിലുള്ളവരുടെ പോലല്ല. നമ്മുടെ മനസ്സ് വ്യത്യസ്തമാണ്. ആമേൻ. നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് മനസ്സും ചിന്തയും വ്യത്യസ്തമാകുമ്പോൾ നമ്മുടെ വാക്കുകൾ വ്യത്യസ്തമാകും, നമ്മുടെ പ്രവൃത്തികൾ വ്യത്യസ്തമാകും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടാകട്ടെ. അത് കഴിഞ്ഞ് അപ്പോൾ ക്രിസ്തുയേശു അതേ മൈൻഡ്, അതേ ചിന്തകൾ. അതുകൊണ്ട് പരാജയത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ജയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ അസാധ്യതകളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമ്മൾ സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. റോമലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, ലോകത്തിന് അനുരൂപരാകാതെ, 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? മനസ്സിനെ പുതുക്കണം. എങ്ങനെ? ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കണം. ദൈവവചനമാണ് സത്യം. അപ്പം സത്യമാകുന്ന ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സിനെ പുതുക്കി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കും. ഭൂരിപക്ഷം പേരും പറയും ഇത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദൈവത്താൽ ഇത് സാധ്യമാകും. ഹല്ലേലൂയ. ഭൂരിപക്ഷം പേര് പറയും ഇത് ഈ പരീക്ഷയെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല, ഈ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയത്തില്ല, നമ്മൾ ഇവിടെ തകർന്നു പോകും എന്ന് ഭൂരിപക്ഷം ആളുകൾ പറയുമ്പോൾ നമ്മൾ പറയും അല്ല, ഇതിനകത്ത് നമ്മൾ ജയിക്കും. ആമേൻ. ഒരിക്കൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി കപ്പൽ ചലനം സംഭവിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ആ കപ്പലിനകത്തുണ്ട്. അവിടെ ആ കപ്പലിലുള്ള സകല മനുഷ്യരും ഭയപ്പെട്ടിരിക്കുന്നു. എല്ലാവരും അയ്യോ ഇന്നുകൊണ്ട് നമ്മുടെ ജീവിതം തീരുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞു അങ്ങനല്ല. ആമേൻ, അങ്ങനല്ല, ധൈര്യത്തോടിരിക്കാൻ പറഞ്ഞു. അതാണ് വ്യത്യസ്തത. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നു, ക്രിസ്തു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരോട് പടകിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ പടകിന് നേരെ കാറ്റടിച്ചു. ആമേൻ. സമുദ്രത്തിലെ വെള്ളം പടകിനകത്ത് കയറി വരുമ്പോൾ ഈ പടകിനകത്തിരിക്കുന്ന ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയി. അവർ പറഞ്ഞു, ഗുരു, ഞങ്ങൾ മരിച്ചു പോകും, ഞങ്ങൾ നശിച്ചു പോകും, നിനക്കിതിനകത്ത് ഭാരമില്ലയോ? അപ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടാതെ എന്ന് പറഞ്ഞ് ഈ വെള്ളത്തെയും കാറ്റിനെയും ഒക്കെ ശാസിക്കുന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ മൈൻഡാണ് നമുക്കും തന്നിരിക്കുന്നത്. മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് തന്നത് മനുഷ്യൻ്റെ മനസ്സല്ല, നമുക്ക് തന്ന ദൈവത്തിൻ്റെ മനസ്സാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ് വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവ പൈതലും. അതുകൊണ്ട് ആരെ പോലെ ചിന്തിക്കണം? തിങ്ക് ലൈക്ക് ജീസസ്, ടോക്ക് ലൈക്ക് ജീസസ്, വാക്ക് ലൈക്ക് ജീസസ്,
വർക്ക് ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ചിന്തിക്കുക, യേശുവിനെ പോലെ സംസാരിക്കുക, യേശുവിനെ പോലെ പ്രവർത്തിക്കുക, യേശുവിനെ പോലെ നടക്കുക. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്, നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ. ഇന്ന് പകൽക്കാലം വളരെ ശ്രദ്ധയോടുകൂടെ ഭൂമിയിലായിരിക്കുക. നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. God bless you, God bless you, God bless you.